ചർച്ചയിലേക്ക് ശ്രീ ജോർജ് പൊടിപാറ, ഈ വിവാദങ്ങൾ ഏത് രൂപത്തിൽ ഇനി മുന്നോട്ട് പോകാനാണ് സാധ്യത? ഇപ്പോൾ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ന ചർച്ചയിലേക്ക് കൂടുതൽ പേരുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? ഇന്നിപ്പോൾ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് സാമുദായിക സംഘടനകൾക്ക് പറയാമല്ലോ, അഭിപ്രായങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ആത്യന്തികമായി കോൺഗ്രസിൽ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പക്ഷേ ഈ ഒരു സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്താൽ ആയിരിക്കുകയുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളി, അതോ അടിച്ചു പിരിയട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണോ? അങ്ങനെ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് UDF വിജയിപ്പിച്ച ചരിത്രവും ഇല്ലല്ലോ. ഇത് സ്മൃതി, ഞാൻ വിചാരിക്കുന്നത് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 1.5 വർഷവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കഷ്ടിച്ച് 1 വർഷത്തിൽ താഴെയും അവശേഷിക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതിപ്പോ തന്നെ ഏതാണ്ട് കറുപ്പും വെളുപ്പമായിട്ട് തിരിഞ്ഞു മാറട്ടെ. ഏതാണ്ട് നിർണായക ഘട്ടത്തിൽ 1, 2, 3 മാസമൊക്കെ ഉള്ള സമയത്താണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗിന് തൊട്ട് സമീപ ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ ഡാമേജ് ചെയ്യും. പക്ഷെ ഇതിപ്പോഴേ തന്നെ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒതുങ്ങിപ്പോട്ടെ. ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയാം, അദ്ദേഹം ഇതൊന്നും UDF-നോടുള്ള ആത്മാർത്ഥത കൊണ്ടോ രമേശ് ചെന്നിത്തലയോടുള്ള ആത്മാർത്ഥത കൊണ്ടോ VD സതീശനോട് പക്ഷേ ഈ വിവാദം കൊണ്ട് അല്ല, അത് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, തന്റെ പിന്തുണ VD സതീശനുമില്ല രമേശ് ചെന്നിത്തലയ്ക്കുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേതെങ്കിലും തരത്തിൽ LDF-നെ സഹായിക്കുന്നുണ്ടോ ശ്രീ പൊടിപാറ? തീർച്ചയായിട്ടും അതാണല്ലോ. അതായത് UDF ഈ തമ്മിൽ തല്ല്, 2 അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ 2 അധികാര മോഹികള് എല്ലാ ഇതും ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ പോരിലേക്ക് പോകുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ പരസ്പര ബഹുമാനമില്ലാത്ത സർവ്വശക്തി എടുത്ത് ആഞ്ഞടിച്ച് ആ രീതിയിലേക്ക് ഈ UDF കൊളമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം അല്ലാതെ കൊളമായി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അതിന്റെ നേട്ടം ആർക്കാ ഉണ്ടാകുക? ഇടതുമുന്നണിക്കാ ഉണ്ടാകുക. വെള്ളാപ്പള്ളി നടേശന് ഇപ്പൊ നേരത്തെ ശ്രീ മുഹമ്മദ് ഷായും അതുപോലെ തന്നെ ശ്രീ വിദ്യാസാഗറും ഒക്കെ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ചില എന്താ പറയാ ചില സൂചനകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, LDF-ന് അത്ര അനുകൂലമായ ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്യുവർ രാഷ്ട്രീയ വോട്ടിംഗ് നടന്നപ്പോൾ കണ്ട കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടല്ലോ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ എന്താ പറയാ സംഘടനയിൽ വിശ്വസിച്ചിരുന്ന കാലാകാലങ്ങളായിട്ട് ആ സംഘടനയിലും ആ സമുദായത്തിലുള്ള വലിയൊരു ശതമാനം വോട്ട് ഇത്തവണ LDF-ൽ നിന്ന് ചോർന്നു പോയി മറുപക്ഷത്ത് BJP-ക്ക് കിട്ടുന്ന ഒരു കാഴ്ചയും അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇത്തിരി മോശമാണ് സ്ഥിതി. പക്ഷെ LDF തന്നെ വരണം എന്ന് അദ്ദേഹം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും UDF ചളമാകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് അതിനകത്തെ 2 അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളായിട്ട് മുഖ്യമന്ത്രി ഇതിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മത്സര രംഗത്തുണ്ട് എന്ന് കരുതുന്ന ആ 2 പേര് തമ്മിൽ അടിച്ചാൽ അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും LDF-ന് കിട്ടും. ജനങ്ങൾ UDF-നോട് അനുഭാവമുള്ള അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ചിന്തിക്കുക എന്താ, ഇവരെ അടി തുടങ്ങി 1.5 വർഷം മുമ്പേ അടി തുടങ്ങി. അപ്പൊ അവർക്ക് തന്നെ ഒരു വെറുപ്പ്, അവർക്ക് തന്നെ ഒരു അവർഷണം ഉണ്ടാവും. ഇവര് ശരിയാവില്ല, ഇവര് നേരെയാവില്ല എന്ന്. അതായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ VD സതീശനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കാലങ്ങളായിട്ട് ഉമിത്തി പോലെ നീറിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികൾ ഉണ്ടാകാം. അത് പറയാൻ കിട്ടിയൊരു അവസരം, അതിന്റെ ഡോസ്, അതിന്റെ മാക്സിമം ഡോസിൽ പറഞ്ഞ് നമ്മൾ പറയില്ലേ, അത് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും. അപ്പൊ ഒരു മണിക്ക് 2 പക്ഷിയാണ്. ഒന്ന് സതീശനിട്ട് പറയാനുള്ളത് പറഞ്ഞു തീർക്കാം, 2 അതിലൂടെ അടി തുടങ്ങിയാൽ അതിന്റെ നേട്ടം അദ്ദേഹം ആഗ്രഹിക്കുന്ന ഇടതു മുന്നണിക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ചൂണ്ടയിൽ കൊത്തുന്നില്ല VD സതീശൻ. VD സതീശൻ കൊത്തണമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ VD സതീശന് ഇപ്പോ ചുരുങ്ങിയ പക്ഷെ ഇപ്പോഴെങ്കിലും അദ്ദേഹം വൈകാരികമായിട്ടല്ല പ്രതികരിക്കുന്നത്. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയോടെ നാളെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പക്ഷെ ആയേക്കാവുന്ന ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണത്തോടെ ഇതൊരു ചൂണ്ടയാണ്, ഇത് ഇട്ട് തരുന്ന ഒരു പടക്കമാണ്. ആ പടക്കത്തിൽ കടിച്ചാൽ അത് ഒരു പക്ഷേ അത് പൊട്ടിയാൽ അതിന്റെ ദോഷം മുഴുവൻ തനിക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് VD സതീശൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അത് ആ ചൂണ്ടയിൽ കൊത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇന്നലെ ഇട്ട ചൂണ്ടയിൽ കൊത്തിയില്ല. അപ്പൊ ഇന്ന് കുറെ കൂടെ ഓവർ ഡോസിൽ അടിച്ചു. അദ്ദേഹം വെറും പോഴയാണ്, അദ്ദേഹം വെറും പാഴാണ്, വേസ്റ്റ് ആണ്, അദ്ദേഹം അഹങ്കാരത്തിന്റെ കൈയും കലും വെച്ച കക്ഷിയാണ്. ഇങ്ങനെ പറയാവുന്നതിന്റെ അപ്പുറത്ത് കയറി പറഞ്ഞു. സാധാരണ VD സതീശന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം ഒന്നും സഹിക്കാൻ പറ്റില്ല.
പക്ഷെ ഇപ്പൊ അദ്ദേഹം അത് സഹിക്കുന്നു. ചിലർ വിചാരിക്കുന്ന അധികാരം കൊതിച്ചിട്ടാന്നാ. അതിന്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹം കുറെ കൂടി പരിഭാഗം വന്ന ഒരു രാഷ്ട്രീയക്കാരനായി, ഒരു സീസൺഡ്, ഇന്നലെ ഞാൻ പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇപ്പോ വി ഡി സതീശൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ. ശരി, അദ്ദേഹം എന്തെങ്കിലും ശ്രീ കാണിച്ച് മുഹമ്മദ് ഷാ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.